AP സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ജർമ്മനിയിൽ സ്റ്റുഡന്റ് ആയിട്ട് വരാൻ സാധിക്കത്തേയില്ല. കാരണം ഈ ഒരു AP സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ജർമ്മനിയിൽ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ജർമ്മൻ എംബസിക്ക് നിങ്ങൾ ഒരു സ്റ്റുഡന്റ് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്തും ഈ ഒരു AP സർട്ടിഫിക്കറ്റ് തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു AP സർട്ടിഫിക്കറ്റ് എന്ന് നോക്കാം. AP സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ, അതായത് ഇന്ത്യയിലെ ജർമ്മൻ എംബസി നമുക്ക് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് AP സർട്ടിഫിക്കറ്റ്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്തതിനു ശേഷം അതിന്റെ ജെനുവിനിറ്റി പരിശോധിക്കും. ആ പരിശോധിച്ച് അവർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ജെനുവിൻ ആണ് എന്ന് ജർമ്മൻ യൂണിവേഴ്സിറ്റികളെ അറിയിക്കുന്ന ഒരു സംവിധാനമാണ് AP സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു AP സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് കൈക്കലാക്കിയിരിക്കണം. അത് കൂട്ടി വേണം നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് അപ്ലിക്കേഷൻ പീരീഡിൽ ഓരോ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലും എത്തിക്കാനായിട്ട്. ഇതാണ് AP സർട്ടിഫിക്കറ്റിന്റെ ഫസ്റ്റ് ഉപയോഗം. അതിനുശേഷം നമുക്ക് ഈ ഒരു AP സർട്ടിഫിക്കറ്റ് മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ വിസ അപ്ലിക്കേഷൻ സമയത്താണ്. അതായത് നിങ്ങൾക്ക് വിസ അപ്ലിക്കേഷന്റെ ചെക്ക് ലിസ്റ്റ് നോക്കിയാൽ അറിയാം, ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിന്റെ ഒപ്പം തന്നെ APS എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ APS എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലിക്കേഷൻ പീരീഡിന് ഒരു മാസം മുമ്പ് തന്നെ അപ്ലൈ ചെയ്ത് സേഫ് ആക്കുക. അതായത് APS സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു അപ്ലിക്കേഷൻ പീരീഡിൽ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ഒരു ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു അപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.